ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം ഇന്ന് വീഡിയോ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. കാരണം നമുക്ക് പലപ്പോഴും വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് അത് എഡിറ്റൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ കഷ്ടപ്പാട് എത്രമാത്രമാണ്. നമ്മളതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ എടുക്കാനും അതുപോലെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്താനുമുള്ള ആ ഒരു കഷ്ടപ്പാട് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു മടി പിടിച്ചിട്ടാണ് ഇന്ന് എടുക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, എന്നും ചെയ്യുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ സാധാരണ നമ്മുടെ ജീവിതത്തിൽ ദിനചര്യയാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് നമ്മുടെ റൊട്ടീൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാതെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പിന്നീട് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ എന്തായാലും ഞാൻ കുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വീഡിയോയ്ക്കായിട്ട് വേണ്ടി എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളും അതുപോലെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നല്ല കഷ്ടപ്പാടാട്ടോ. എല്ലാവരും ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണുമ്പം പലരുടെയും പല വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് അത് എങ്ങനെ എടുത്തു, അല്ലെങ്കിൽ എങ്ങനെ അവർ ഇത്രയും ഭംഗിയാക്കി, അല്ലെങ്കിൽ ചിലരുടെ വീഡിയോ മോശമാണെങ്കിൽ നമ്മൾ മോശമാണ് എന്നൊക്കെ പറയുമല്ലോ. പക്ഷേ എത്ര മോശമാണെങ്കിലും അവരൊരു വീഡിയോ എടുക്കുന്നതിന് അതിൻ്റെ പിന്നിൽ നല്ലൊരു കഷ്ടപ്പാട് തന്നെ ഉണ്ട് കേട്ടോ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ എടുക്കുന്ന വീഡിയോസ് നമ്മൾ കാണാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാനിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിക്കാണൂല്ലേ? വേറൊന്നുമല്ല കേട്ടോ, നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കാണാറുണ്ട്, അവർക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യാറുണ്ട്. കാരണം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ സാധാരണ കുഞ്ഞു ചാനൽ, വ്യൂസൊന്നും ഇല്ലാത്ത ചാനൽ എന്ന് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പക്ഷേ ഇത് മാക്സിമം എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹോബിയാണ്, എൻ്റെ ഒരു പാഷനാണ് കുക്കിങ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളും എടുക്കുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ചിലപ്പം എന്താ പറയണേ, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ ചോദിക്കാറുണ്ട്, വ്യൂസൊന്നും കിട്ടുന്നില്ലോ, പിന്നെ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് വ്യൂസോ കാര്യങ്ങളോ ഒന്നും അധികം അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം നമുക്കറിയാം നമ്മുടെ ചാനലിനകത്ത് ഒട്ടും വ്യൂസ് ഇല്ല എന്നൊക്കെ അറിയാം. പക്ഷേ എങ്കിലും നമ്മൾ ഓരോ നിമിഷവും അത് എടുക്കാനും ഉള്ള ആ ഒരു ഇൻട്രസ്റ്റും ആ ഒരു പാഷൻ, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതെടുക്കുകയും അതുപോലെ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ഈ ഒരു തിരക്കിട്ട സമയത്ത് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കിച്ചൺ വളരെ കുറവാണ്, വളരെ ചെറുതാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു കഷ്ടപ്പാടുണ്ട് വീഡിയോസ് എടുക്കണമെങ്കിൽ തന്നെ. അപ്പം പലപ്പോഴും നമ്മൾ കാരണം റെൻറ്റഡ് ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്, വളരെ കുഞ്ഞു കിച്ചണാണ്. അപ്പോൾ ട്രൈപോഡും കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും ഉണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റ് നമ്മൾ ഇങ്ങനെ ഒരു ശീലമായതുകൊണ്ട് തന്നെ ട്രൈപോഡൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ഒരു സന്തോഷമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഈ കുക്ക് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ചിലരുണ്ട്, ശരിക്കും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ചിലരുണ്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ഓരോ കണ്ടൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മളിതിപ്പോൾ ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാനോട്ടോ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മളുടെ വീട്ടിൽ നമ്മൾ രാവിലെ ചെയ്യുന്ന കുക്ക് ചെയ്യുന്ന ഫുഡും കാര്യങ്ങളും കാണിക്കുന്നു, കുക്കിംഗ് രീതി കാണിക്കുന്നു, റെസിപ്പീസ് ഷെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ വ്ളോഗ്സ്, നമ്മൾ ട്രാവൽ വ്ളോഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നു. അപ്പം ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാൻ, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ വീഡിയോ, എത്ര കുഞ്ഞിതാണെങ്കിലും എത്ര വലിയതാണെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിലും അതിനുശേഷം അതിൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സും ഒക്കെ നല്ല കഷ്ടപ്പാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആരെയും മോശമായിട്ട് കാണരുത് എന്നാണ് ഞാൻ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, എങ്ങനെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞതാട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കൊറോണ സമയത്താണ്. ശരിക്കും നമ്മൾ ആ കൊറോണ സമയത്തൊക്കെ എല്ലാവരും ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന സമയത്ത് നമ്മൾ കുറേ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ മക്കൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്, മമ്മിക്ക് എന്തുകൊണ്ടൊരു ചാനൽ തുടങ്ങിക്കൂടാ എന്ന് പറഞ്ഞത്. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ
മക്കൾ രണ്ടുപേരും കൂടെ കൂടിയാട്ടോ എനിക്കിതെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തന്നെ. പിന്നെ ആദ്യ സമയത്ത് എനിക്കിതിൻ്റെ എഡിറ്റിങ്ങോ അങ്ങനെ സംഭവങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ABCD ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ലായിരുന്നു ഇതിനെക്കുറിച്ചുള്ളത്. പക്ഷേങ്കിൽ എൻ്റെ മോനാണ് ഞാൻ വീഡിയോ എടുക്കും. ആദ്യ നാളുകൾ ട്രൈപോഡൊന്നും ഇല്ലായിരുന്നു. മോൻ തന്നെയാണ് ഷൂട്ട് ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ വോയിസ് ഓവർ എഡിറ്റിംഗ് ഒക്കെ മോൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മോൻ എന്നെ ഓരോന്ന് കാര്യങ്ങൾ പഠിപ്പിച്ചു. കൂടുതലും മൂത്ത മോൻ തന്നെയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തത്. കാരണം ഇളയ മോൻ അന്ന് അത്രയും കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എല്ലാം പഠിപ്പിച്ചു. അതിനുശേഷം പിന്നെ പതുക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങൾ വരുന്ന സമയത്ത് മോൻ പിന്നെ അത് കറക്റ്റ് ചെയ്തു തരും. അങ്ങനെയായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ജേർണി എന്ന് പറയുന്നത്. എന്നോടുണ്ടല്ലോ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ജോലിയും ഈ ഒരു കുക്കിംഗ് ചാനലും കൂടി ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ, ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ, ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ എത്രമാത്രം ഉത്തരവാദിത്തങ്ങളാണ് നമ്മളിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാം വളരെ പങ്ക്ച്വലായിരിക്കണം, എല്ലാം ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അപ്പോൾ നമുക്കെല്ലാം ടൈമിങ്ങിലാണ് നമ്മുടെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. കാരണം A to Z കാര്യങ്ങൾ നമുക്ക് ടൈം നോക്കി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫാമിലിയെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. ഒപ്പം നമ്മുടെ സ്കൂളിലുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ എന്നോട് പലരും എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് കേട്ടോ, എങ്ങനെയാണ് ഇത് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന്. അപ്പം ഞാനിതിനു വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞെങ്കിൽ, നമുക്ക് ചിട്ടയായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓർഡറായിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ചിലപ്പം തമാശയ്ക്ക് ഇവിടെ ഇച്ചായനോടും മക്കളോടും ഒക്കെ പറയാറുണ്ട്, എല്ലാവർക്കും 24 hours മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ആ ഒരു 24 hours നിന്നുകൊണ്ടാണ് പലരും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് സമയമില്ല, ചിലർക്ക് സമയമുണ്ട്. എങ്ങനെ പറയണേ, ആ ഒരു ഇത് വെച്ചുകൊണ്ടാട്ടോ ഞാനങ്ങനെ പറയുന്നത്. പക്ഷേ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെ ജോലിയുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സമയവും കാര്യങ്ങളും എല്ലാം. ചിലർക്ക് കൂടുതൽ സമയം കിട്ടും, ചിലർക്ക് വളരെ കുറവ് സമയം കിട്ടും. പക്ഷേ എന്താണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ 24 hours ആണ് നമുക്ക് വൺ ഡേയിൽ കിട്ടുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയത്തെ നമുക്ക് മാക്സിമം എങ്ങനെ യൂട്ടിലിറ്റി ചെയ്യാം, എങ്ങനെ യൂസ് ചെയ്യാം, നമ്മൾ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും വളരെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് വെക്കും. എല്ലാത്തിനും ഒരു കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിങ്ങിനനുസരിച്ചാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ പിന്നെ സ്കൂളിൽ പോകുന്ന ആ സമയം വരെ എനിക്ക് ഒട്ടും ഇരിക്കാനായിട്ട് സമയമില്ല. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെ അടുത്ത പരിപാടി ഞാൻ ചെയ്യുന്നത് എഡിറ്റിംഗ് വർക്കാണ്. അപ്പോൾ തന്നെ എഡിറ്റിംഗ് വർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യ നാളുകളിൽ ഞാൻ എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഒന്നും ചെയ്യത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ വീഡിയോയ്ക്കൊന്നും ഒട്ടും വ്യൂസ് ഇല്ലാത്തത്. പിന്നെ ഇപ്പോൾ കുറേ ദിവസങ്ങളിലായിട്ട് ഞാൻ എല്ലാ ദിവസവും തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വിശേഷ കാര്യങ്ങളോ അല്ലെങ്കിൽ വിശേഷിക്കപ്പെട്ട വീഡിയോസോ ഒന്നുമല്ല. എൻ്റെ വളരെ സിമ്പിളായിട്ട് നമ്മൾ രാവിലെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എന്താണെങ്കിലും വേണ്ടില്ല, എല്ലാം കറക്റ്റ് ഓർഡറായിട്ട് തന്നെ ഞാൻ എല്ലാ ദിവസത്തെയും കാര്യങ്ങൾ ഞാൻ മാക്സിമം ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഒരു ടൈമിങ്ങിൽ വെച്ചിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ക്ലാസ് വന്നു കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ചെയ്യുന്നത് എഡിറ്റിംഗ് വർക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം വീണ്ടും നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ, കുക്കിങ്, പിന്നെ എന്താ പറയണേ, പിന്നെ സ്കൂളിലേക്കുള്ള വർക്കുകൾ കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഒഫീഷ്യലായിട്ടിരിക്കുന്ന കാര്യങ്ങളും എനിക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും ഒരു 11 മണി 11:30 ചിലപ്പോൾ 12 മണി ഒക്കെ ആകും. പക്ഷേ എന്നാലും ഉണ്ടല്ലോ ഞാൻ ഹാപ്പിയാണ്. കാരണം ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കൂടുതൽ സന്തോഷം നമ്മുടെ മനസ്സിൽ ഉണ്ടാകും. അതിനിപ്പം ആര് എന്ത് വിമർശിച്ചാലും നമുക്കത് വിഷയമുള്ള കാര്യമല്ല. കാരണം ആർക്കും ദോഷമില്ലാത്ത കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്നിപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് തോന്നി. നമ്മളൊരു ഫാമിലി ആയിട്ടിരിക്കുമ്പോൾ ആ ഫാമിലിയോടല്ലേ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ജസ്റ്റ് ഒരു അവിയൽ വെച്ചു, സിമ്പിളായിട്ടിരിക്കുന്ന എൻ്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് ഞാൻ ഒരു സിമ്പിളായിട്ടിരിക്കുന്ന അവിയൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നല്ല ഇച്ചായന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കറി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിയലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിയൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ചാറുകറിയും ആയിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല. കാരണം ഓൾറെഡി എനിക്ക് ഇന്നലെ വെച്ച മോര് കറി ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച്
വേറെ കുറച്ച് കറിയും കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഞാൻ ഇതാണ് വെച്ചിരിക്കുന്നത്. പിന്നെ മോന് എന്തായാലും ദാല് വേണം. അപ്പോൾ ദാല് അങ്ങനെ രാവിലെ ദാലും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ദാലും വെക്കും. പിന്നെ ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഇവർക്ക് ഇഷ്ടമല്ലാത്ത ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത്. കാരണം പൂരി ആട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പൂരി കണ്ടപ്പോൾ തന്നെ എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ കഴിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാരണം നമ്മളുണ്ടല്ലോ ചില കാര്യങ്ങൾ മക്കൾ വാശി പിടിച്ചാലും അവരെ അത് ശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമുക്ക് ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു, നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഒരു ഫുഡ് എന്ന് പറയുന്നത് മിക്കവാറും പൂരിയാട്ടോ. നമ്മൾ ഏത് ഫംഗ്ഷന് ചെന്നാലും നമുക്ക് പൂരി ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇവരെയും കൊണ്ട് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഉണ്ടല്ലോ ഇവർ ഭക്ഷണം കഴിക്കില്ല. കാരണം ഈ പൂരി കാണുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ ഇവർ പ്രോഗ്രാമിനൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടി കൂട്ടിയായിട്ട് ഉണ്ടാക്കണം. നമ്മൾ പിന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചും കൂടെ ടേസ്റ്റി ആക്കി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പൂരി ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഞാൻ അതിന് വേണ്ടി ചെറിയൊരു പൂരി ഉണ്ടാക്കിയില്ല കേട്ടോ, ആട്ടയൊക്കെ കുഴച്ച് വെച്ചു. അതൊന്നും ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ. അപ്പം എൻ്റെ മോന് ഇതുപോലെ ടൊമാറ്റോ തക്കാളി സിമ്പിളായിട്ട് വെക്കുന്ന ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിനകത്ത് പച്ചമുളകും ഒരു 2 ചെറിയ സവോളയും കൂടി അരിഞ്ഞിട്ടിട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം പൂരി എന്തായാലും കഴിപ്പിച്ചേ അടങ്ങുള്ളെന്ന് ഞാനും കരുതിയിരുന്നു. കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം പറഞ്ഞ പോലെ തന്നെ, കാരണം ഇവരൊക്കെ പുറത്ത് പോകുമ്പോഴും ബുദ്ധിമുട്ടാവുകൊണ്ട് പൂരി ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും കഴിപ്പിച്ചു കൊടുക്കും കേട്ടോ. അപ്പം ഇന്നിപ്പോൾ എന്തായാലും എൻ്റെ മോനെ കഴിപ്പിച്ചത് ഇച്ചായൻ തന്നെയാട്ടോ. നമ്മൾ മക്കൾക്ക് വാരി കൊടുക്കുന്നതൊക്കെ എനിക്ക് സന്തോഷം കേട്ടോ. ഞാൻ എൻ്റെ 2 മക്കൾക്കും വാരി കൊടുക്കാറുണ്ട്. അവർ ഇത്രയും വലുതായി. എൻ്റെ മൂത്ത മോന് ഇപ്പോൾ 18 വയസ്സാകാൻ പോവാണ്. എനിക്ക് അവസരം കിട്ടുന്നു. ഇപ്പം എൻ്റെ കൂടെ ഇല്ല, മോന് നാട്ടിലാണല്ലോ പഠിക്കുന്നത്. അപ്പം നമ്മുടെ മക്കളൊക്കെ നമ്മൾ ദൂരെ നമ്മളിൽ നിന്ന് അടുത്ത് നിൽക്കുന്ന സമയത്തിൽ നമുക്ക് അവരെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അവർ ദൂരെ പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അവരെ എപ്പോഴും കാണാനോ അല്ലെങ്കിൽ അവരെ അതുപോലെ നമുക്ക് സ്നേഹിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വാരി കൊടുക്കാൻ പറ്റുന്ന സമയത്ത് വാരി കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് തേങ്ങ ഒതുക്കിയത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ തേങ്ങയും ജീരകവും ഉള്ളിയും എല്ലാം കൂടി ജസ്റ്റ് പച്ചമുളകും എല്ലാം കൂടി ഒന്ന് ചതച്ച് അതങ്ങ് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് അവിയൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിയലും നമ്മുടെ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് വെക്കുന്ന ഒരു ടൊമാറ്റോ കറിയുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ട് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തു. എന്നിട്ട് സവോളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടത്തിൽ സ്വല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. നല്ല ടേസ്റ്റാണ് താനും. ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് മുട്ട ചേർക്കേണ്ടവർക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. കൂട്ടത്തിൽ സ്വല്പം മല്ലിയിലയും കൂടി നന്നായിട്ട് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടുകയും ചെയ്യും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു കറി. ഈ കറി കൊണ്ട് നമുക്ക് ചപ്പാത്തിക്കും ഒരു കോമ്പിനേഷനാട്ടോ. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു കറി. ഈ ഒരു സമയത്ത് തന്നെ കറി റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പൂരിയും പെട്ടെന്ന് തന്നെ ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.